നമ്മൾ ഇന്നലെ കുറച്ച് സെന്റൻസുകൾ സ്കൂൾ ലൈഫായിട്ട് ബന്ധപ്പെട്ട് നോക്കി. അതിന്റെ പാർട്ട് 2 നോക്കിയാലോ? നാളെ ക്ലാസ് ഉണ്ടോ? നാളെ ക്ലാസ് ഉച്ചയ്ക്ക് വിടുമോ? നാളെ എത്ര മണി വരെയാണ് ക്ലാസ് ഉണ്ടാവുക? ഇതൊക്കെ പേരൻസ് ടീച്ചേഴ്സിനോട് സാധാരണ ചോദിക്കാൻ ഇടയുള്ള കുറച്ച് സെന്റൻസുകളാണ്. നമുക്ക് അത് ഇംഗ്ലീഷിലേക്ക് ആക്കാം. നാളെ ക്ലാസ് ഉണ്ടോ? സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയാം? ഈസ് ദർ ക്ലാസ് tomorrow? Is there class tomorrow? നാളെ ക്ലാസ് ഉച്ചയ്ക്ക് വിടുമോ? അതെങ്ങനെയാ ചോദിക്കുക? Will the class disperse at noon? ഉച്ചയ്ക്ക് വിടുമോ എന്ന് ചോദിക്കുമ്പോൾ at noon എന്നാണ് ചോദിക്കുക. ഇവിടെ ഡിസ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് വിടുക, അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് ക്ലാസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യില്ലേ, അതിനാണ് ഡിസ്പേഴ്സ് എന്ന് പറയുന്നത്. വിൽ ദ ക്ലാസ് ഡിസ്പേഴ്സ് അറ്റ് നൂൺ? നാളെ എത്ര മണി വരെയാണ് ക്ലാസ് ഉണ്ടാവുക? അത് പൊതുവെ ചോദിക്കാറുള്ള ചോദ്യമാണ്. അതെങ്ങനെ ചോദിക്കും? ടിൽ വാട്ട് ടൈം? നാളത്തെ കാര്യമാണ് ചോദിക്കുന്നത് അല്ലെ? അപ്പൊ ടിൽ വാട്ട് ടൈം there will be class tomorrow? Till what time there will be class tomorrow? നാളെ കുട്ടികൾ ലഞ്ച് കൊണ്ടുവരണോ, ലഞ്ച് എടുക്കണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അതെങ്ങനെയാ പറയാ? അപ്പോ നിർബന്ധമാണോ എന്നാണ് ചോദിക്കുന്നത് അല്ലെ? അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഷുഡ് വെച്ചിട്ടാണ്. ഷുഡ് children bring their lunch tomorrow? Should children bring their lunch tomorrow? സാറ്റർഡേ ക്ലാസ് കാണുമോ? ഇത് നമ്മൾ നേരത്തെ ആദ്യത്തെ സെന്റൻസ് പറഞ്ഞ പോലെ തന്നെയാണ്. നാളെ ക്ലാസ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന പോലെയാണ്. സാറ്റർഡേ ക്ലാസ് ഉണ്ടോ, സാറ്റർഡേ ക്ലാസ് കാണുമോ, എങ്ങനെ ചോദിക്കും? അതുപോലെ തന്നെ. ഈസ് ദർ ക്ലാസ് ഓൺ സാറ്റർഡേ? ഈസ് ദർ ക്ലാസ് ഓൺ സാറ്റർഡേ? എപ്പോഴാണ് കുട്ടികൾക്ക് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ? അതെങ്ങനെ ചോദിക്കും? when will the exams get start for children? കുട്ടികൾക്ക് എന്നാണ് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? താങ്ക് യു.